എന്തിനാണ് ഇങ്ങനെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കുന്നത്? എന്തിനാണ് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? ഇതൊന്ന് എന്ത് കിട്ടാനാണ്? കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. വെറും 50 ഫോളോവേഴ്സ് തികച്ചില്ലാത്ത എന്നോടാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ആലോചിക്കണം. പക്ഷേ എന്നാലും ഇപ്പോൾ സാധാരണപ്പെട്ട നമുക്കൊക്കെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, അത് ആളുകൾ കാണുന്നു, അതിൽ കമന്റ് പറയുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ നമ്മളാൽ സന്തോഷം, അവർക്ക് ചെറിയ രീതിയിലെങ്കിലും സന്തോഷം ഉണ്ടാവുന്നു, കണ്ടന്റ് നല്ലതാണെങ്കിൽ ചെറിയ രീതിയിൽ സന്തോഷം ഉണ്ടാവുന്നു എന്നൊക്കെ അറിയുമ്പോൾ അത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ എന്നാലും ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ഇടാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ ഇപ്പം എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് പേര് തന്നെ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യങ്ങളാണ്, ഈ ആളുകൾ എന്ത് പറയും എന്നുള്ള ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺ ആയതുകൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ തോന്നാത്തത്. ഇപ്പോൾ സംസാരിച്ചപ്പോൾ അമ്മമാർ, കൂട്ടുകാർ, അനിയന്മാർ, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഇതിലോട് താല്പര്യമുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ആളുകൾ എന്ത് പറയും എന്നുള്ള ആ ഒരു പേടി, അതുകൊണ്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് ഒന്നും ആയിട്ടില്ലെങ്കിലും എന്നാലും ഇത് നമ്മൾ വീഡിയോ എടുത്തു, അപ്ലോഡ് ചെയ്തു, നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഇടണം, ആർക്ക് വേണമെങ്കിൽ കാണാം. അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ കമന്റ് പറഞ്ഞു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും ഇടുന്നതും ഇതിലുള്ള കമന്റ് വരുന്നതും പേസ് വരുന്നതും അതൊന്നുമല്ല, നമ്മൾ ഈ എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഡെയിലി വ്ലോഗ് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസിൽ പറയാം. നമ്മൾ ഡെയിലി വ്ലോഗ് എടുക്കുന്നു, എടുത്തതിന് ശേഷം നമ്മുടെ കൂട്ടുകാരുടെ റിയാക്ഷൻസ്, അവരോട് സംസാരിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുക. വെറുതെ ഈ മേക്കും പിടിച്ചിട്ട് അവരുടെ അടുത്ത് പോയിട്ട് പറയൂ ഇങ്ങനെ ഇങ്ങനെ എന്താണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയൊരു സംസാരിക്കാൻ ഒരു ടോപ്പിക്ക് കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ തന്നെ സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും. അത് ഭയങ്കര ഞാനത് വിചാരിച്ചിട്ട് പോലും ഇല്ല, ഇങ്ങനെ ഈ ഒരു സംഭവം ചെയ്തു തുടങ്ങുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് ഞാനത് ആലോചിച്ചിട്ടില്ല. പക്ഷെ അത് നേരിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറൊന്നുമല്ല, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ കൂടിയിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇത് തുടങ്ങി എൻ്റെ മീക്കൊക്കെ വേണ്ടി. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സർക്കിളിൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ മീക്കും കൊണ്ട് പോകുമ്പോൾ ഓർക്കൊക്കെ കൗതുകമാണ്, എടാ നീ സീരിയസ് ആയിട്ടാണോ, എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ചോദിക്കും. പിന്നെ നമ്മൾ മീക്ക് കൊടുത്തിട്ട് നമ്മൾ പറയൂ എൻ്റെ വീഡിയോനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പുതിയ കണ്ടന്റ് വരെയാണ്. അപ്പോൾ ഓരും സംസാരിക്കും. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് തന്നെയാണ്, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്യാത്ത ഒരുപാട് വീഡിയോസ് വെറുതെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് നോർമലി നമുക്ക് മെസ്സേജ് വരും, നമ്മൾ ഫോൺ നോക്കിയിരിക്കും. അതേപോലെ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ഫോൺ നോക്കിയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ പോലും, ഇപ്പോൾ ഫാമിലീൻ്റെ ഒപ്പം ഇരിക്കുകയാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് നേരം നമ്മൾ മൊബൈൽ ഫോണിനോട് ചെലവഴിക്കുന്നത്. സോ അതിൽ നോക്കുന്നത് എന്താ, ഇതൊക്കെ തന്നെ. വേറെ ഏതെങ്കിലും പ്രദേശത്ത് കിടക്കുന്ന വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ആളുകളാണ് അതിൽ വീഡിയോസ് ഇടുന്നത്, ഓരുടെ കാര്യങ്ങളാണ് അറിയുന്നത്. ഇപ്പോൾ പല വ്ളോഗേഴ്സിൻ്റെയും ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സ്വന്തം വീട്ടിൽ നടക്കുന്നതോ അല്ല നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ നടക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ ആളുകളും ഇതിൻ്റെ ഉള്ളിലാണ്. സോ നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മളെ പറ്റിയിട്ട് കൂടുതലായിട്ട് അവരറിയും. ഇപ്പോൾ പുറത്തുള്ള ആളുകൾ അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മളെ പറ്റി അറിയുമല്ലോ. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന പ്രോസസ്സിൽ അവരും ഭാഗമാകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ, എന്ന് വെച്ചാൽ കൂട്ടായ്മയിൽ ചെയ്യുമ്പോഴാണല്ലോ നമ്മളെ റിലേഷൻസ്, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഈ പ്രോസസ്സിൽ നമ്മൾ അവരെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവുകയാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ 2-3 വീഡിയോസൊക്കെ ഫാമിലി മെമ്പേഴ്സുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ എടുക്കേണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റിയും, പിന്നെ അതിനുശേഷം നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് മടിച്ചു നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ സുഹൃത്തുക്കൾ നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. കാരണം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ വെറും സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ, 10-40 ഫോളോവേഴ്സ് അത്രേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും അത്ര ഫോളോവേഴ്സ് ഉള്ളൂ. സോ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. വേറെ ഏഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല, അതൊന്നും ഇതിലില്ല. സോ നിങ്ങൾ ഒരാളായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇത്. കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതിന് ശേഷം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ ജെന്യൂൻ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. സോ ഈ ഒരു കാര്യം കൊണ്ട് ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിക്കൊണ്ട് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുന്ന ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ അത് അയച്ചു കൊടുക്കുക. നിങ്ങളെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കാം. താങ്ക് യു.